വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ ആനുവൽ എക്സാം ഇങ്ങെത്തി. അപ്പൊ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലായിരിക്കും. നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ് മിസ് എന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഉറപ്പായും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കും. അപ്പൊ അത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക, എങ്ങനെയാണ് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് നമുക്ക് വേഗം തന്നെ നോക്കാം. ചോദ്യം എങ്ങനെയായിരിക്കും? നിങ്ങൾക്കൊരു ഗ്രാഫ് തരും. ആ ഗ്രാഫിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ആ ഗ്രാഫ് കൃത്യമായി നോക്കി ആ ചോദ്യങ്ങൾ വായിച്ച് ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതണം. അപ്പൊ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ആ ഗ്രാഫ് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഗ്രാഫിൽ നോക്കി വർഷങ്ങളാണ് തന്നിരിക്കുന്നത്. ഓരോ വർഷങ്ങൾ തന്നിട്ടുണ്ട്. അതേപോലെ 1000, 1050, 1100 എന്ന് പറഞ്ഞ് കുറച്ച് വാല്യൂകളും തന്നിട്ടുണ്ട്. ഓക്കെ, 2016 1300, 2017 1150 എന്ന് പറഞ്ഞൊരു ഗ്രാഫാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതിൽ വെച്ചിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ദ ഗ്രാഫ് ഷോസ് ദ നമ്പർ ഓഫ് സ്കൂട്ടർ എ കമ്പനി മാനുഫാക്ചർഡ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഒരു കമ്പനി നിർമ്മിച്ച സ്കൂട്ടറുകളുടെ എണ്ണമാണ് ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ സ്കൂട്ടറുകൾ നിർമ്മിച്ചത് ഏതു വർഷത്തിലാണ്? ഈ ഒരു ഗ്രാഫ് നോക്കി എന്റെ കുട്ടികൾ പറയണം, ഏതു വർഷമാണ് ഏറ്റവും കൂടുതൽ സ്കൂട്ടറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ വളരെ വളരെ ഈസിയാണ്. എങ്ങനെയാണ്? ഏറ്റവും വലിയ ഗ്രാഫ്, ഏറ്റവും വലിയ ബാർ എവിടെയാണ് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഈ കൂട്ടത്തില് ഏറ്റവും വലിയ ചതുരം ഏതാണ് എന്ന് നോക്കിയാൽ മതി. ഇത് നോക്കിയേ, ഏറ്റവും വലിയ ചതുരം ഇതാണ്. അതായത് 2018 ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്? സ്കൂട്ടറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2018 എന്ന് എഴുതാം. 2018. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി സ്കൂട്ടേഴ്സ് വെർ മാനുഫാക്ചർഡ് ഇൻ ദാറ്റ് ഇയർ? ആ വർഷം എത്ര സ്കൂട്ടറുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? 2018 എത്ര സ്കൂട്ടറുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? 1500. അടുത്തത്, ഇൻ വിച്ച് ഇയർ വാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സ്കൂട്ടേഴ്സ് മാനുഫാക്ചർഡ്? ഏറ്റവും കുറവ് സ്കൂട്ടറുകൾ ഉണ്ടാക്കിയിരിക്കുന്ന വർഷം ഏതാണ്? അപ്പൊ നമ്മൾ എന്താ നോക്കണ്ട? ആ കൂട്ടത്തിലേക്ക് വെച്ച് ഏറ്റവും ചെറിയ ബോക്സ് ഏതാണ് എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഈ കൂട്ടത്തിലേക്ക് വെച്ച് ഏറ്റവും ചെറിയ ബോക്സ് ദാ ഇവിടെയാണ്, 2020. എവിടെയാണ്? 2020. How many scooters less than those made in 2019 were made in 2016? അതായത് 2019 നിർമ്മിച്ചതിനേക്കാൾ എത്ര സ്കൂട്ടറുകൾ കുറവാണ് 2016 നിർമ്മിച്ചത്? കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡി ക്വസ്റ്റ്യൻ ആണേ. 2019 നിർമ്മിച്ചതിനേക്കാൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 2019 എത്ര സ്കൂട്ടറുകൾ ഉണ്ടാക്കി എന്ന് നോക്കാം. 2019 എത്ര സ്കൂട്ടറുകൾ ഉണ്ടാക്കി നോക്കിയേ? 1450 സ്കൂട്ടറുകൾ. അത് എഴുതുക, 1450. പിന്നെ 2016 എത്ര എണ്ണം ഉണ്ടാക്കി നോക്കുക. 2016 എവിടെ? 1300. ഇപ്പൊ ചോദ്യം എന്താണ്? 2019 നിർമ്മിച്ചതിനേക്കാൾ എത്ര സ്കൂട്ടറുകൾ കുറവാണ് 2016 നിർമ്മിച്ചത്? അതായത് 1300 എന്ന് പറയുന്നത് എത്ര കുറവാണ് 1450-നേക്കാളും? നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട മക്കളെ, ഇത് അങ്ങ് മൈനസ് ചെയ്താൽ മാത്രം മതി. -1300. 150 കുറവാണുള്ളത്. അതാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റേതിനേക്കാൾ എത്ര കൂടുതലാണ്, എത്ര കുറവാണ് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 2016 19 എത്ര സ്കൂട്ടറുകൾ നിർമ്മിച്ചു? ചോദ്യത, ഹൗ മെനി സ്കൂട്ടേഴ്സ് ആർ മെയ്ഡ് ഇൻ ബോത്ത് 2016 and 19? 16 19 കൂടി എത്ര സ്കൂട്ടറുകൾ നിർമ്മിച്ചു? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 19 1450 16 1300 തമ്മിൽ ആഡ് ചെയ്യണം. 16 19 കൂട്ടിയാ മതി. 0572 2750. ഇതാ ഇങ്ങനെയാട്ടോ സൈഡിൽ കൂട്ടണ്ടേ. 0572.
ഓക്കെ, കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങളുടെ പേപ്പറിൽ കാണണം. ഒന്നും മനക്കണക്കായി ചെയ്ത് ഉത്തരം മാത്രമായിട്ട് എഴുതി വെക്കരുത്. മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പേപ്പറിലേക്ക് എഴുതുക. അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നമ്പർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും ഓക്കെ, നമുക്ക് മാർക്ക് കിട്ടാൻ അത് സഹായിക്കും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക. ഇതേപോലുള്ള ചോദ്യം എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ മിസ്സാക്കാതിരിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.